ഒക്ലഹോമ പ്രയർ ലൈനിൽ ഇന്ന് രാത്രി സമയം വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ പ്രിയ സാക്കങ്ങള് എന്നെ ക്ഷണിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സാക്കങ്ങളോടും ഒക്ലഹോമ പ്രയർ ലൈനിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പെട്ടെന്ന് നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാവട്ടെ. നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. നമുക്കറിയാം, വളരെ പരിചിതമായ ഒരു അധ്യായം, വളരെ പരിചിതമായ ഒരു ലേഖനമാണ് ഞാനിപ്പോൾ വായിച്ചത്. യേശുവിന്റെ ഹാഫ് ബ്രദറായ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണിത്. പുതിയ നിയമത്തിൽ ഏതാണ്ട് ആദ്യ സമയങ്ങളിൽ തന്നെ എഴുതിയ ഒരു ലേഖനമാണ്. ഏതാണ്ട് AD 44-49 വരെ കണക്കാക്കപ്പെടുന്നു. കൂടുതൽ പശ്ചാത്തലത്തിൽ ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന അതിന്റെ ആദ്യത്തെ വാക്യം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ചിതറിപ്പാർത്ത ഗോത്രങ്ങൾക്കാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. നമുക്കറിയാം, വളരെ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നത്. സഭ വളരെ പീഡനത്തിലൂടെ, ഗോത്രങ്ങൾ വളരെ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യാക്കോബ് അപ്പോസ്തലൻ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ, ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. വേറൊരു പ്രത്യേകത ഈ ലേഖനത്തിൽ നാം കാണുന്നത്, വളരെ പ്രാക്ടിക്കലായിട്ട് ആണ് ഈ ലേഖനം യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നത്. പൗലോസിനെ പോലെ ദൈവശാസ്ത്രം ഒരുപാട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന്റെ പ്രാക്ടിക്കൽ വശമാണ് കൂടുതലായി നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. അതിൽ ആദ്യത്തെ അധ്യായത്തിലെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് വായിച്ചത്. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നത്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. പരീക്ഷകളിൽ അകപ്പെടുന്ന ഒരു ജനത്തിനാണ് യാക്കോബ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ പരീക്ഷകളായിരിക്കുന്ന ചിതറിപ്പാർക്കുന്ന ഗോത്രങ്ങളിലായിരിക്കുന്ന സഹോദരന്മാർക്കാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ പരീക്ഷയിൽ അകപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്ക് യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അങ്ങനൊരു സല്യൂട്ടേഷൻ ആണ് യാക്കോബ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. എന്റെ സഹോദരന്മാരെ, അതായത് യാക്കോബ് അപ്പോസ്തലൻ അവരോടുള്ള അടുപ്പത്തെയാണ് കാണിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ അവരുമായി ഉണ്ടായിരുന്ന സ്നേഹബന്ധം, യാക്കോബ് അപ്പോസ്തലൻ അവരുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ പറയുന്നത്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ പരീക്ഷകളിൽ ആയിരിക്കുന്ന, പീഡനത്തിലായിരിക്കുന്ന, പീഡനത്തിലൂടെ കടന്നു പോകുന്ന, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം പറഞ്ഞിട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടതെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ 1-ാം അധ്യായത്തില് നാം കാണുന്നത്, അല്ലെങ്കിൽ ഈ 1-ാം അധ്യായത്തില് യാക്കോബ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? വിശ്വാസികളായി നമുക്ക് ദൈവസഭയുടെ ഭാഗമായി നാം ഓരോരുത്തരും വിവിധ തരം പരീക്ഷകളിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേക ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ, സുവിശേഷ നിമിത്തം പരീക്ഷകളിൽ അകപ്പെടുന്ന ഒരു ജനത്തിനാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷ നിമിത്തം പരീക്ഷയിൽ അകപ്പെടുന്ന ഒരു ജനത്തിനാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ നമ്മുടെ ഒരു പശ്ചാത്തലത്തിലേക്ക്, നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വാക്യം എടുക്കുകയാണെങ്കിൽ, സുവിശേഷ നിമിത്തം നമ്മൾ അധികമൊന്നും പീഡനത്തിലൂടെ കടന്നു പോകുന്നില്ല, പലരും കടന്നു പോകുന്ന പോലെ. എന്നാൽ അതിലൂടെ കടന്നു പോകുന്ന അനേകം മിഷണറിമാരെ നമുക്കറിയാം, അനേക ദൈവദാസന്മാരെ അറിയാം, ദൈവദാസിമാരെ അറിയാം. അപ്പൊ സുവിശേഷ നിമിത്തം വളരെയധികം പ്രതികൂലത്തിലൂടെയും പീഡനത്തിലൂടെയും നോർത്തിന്റെ ഭാഗങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സുവിശേഷ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന, വേദനയിലൂടെ പോകുന്ന അനേക ദൈവദാസന്മാരെ, ദാസിമാരെ, സഹോദരന്മാരെ നമുക്കറിയാം. അപ്പോൾ അവർക്കും, പ്രത്യേകമായി അവർക്കും, എന്നാൽ അത്രയൊന്നും പ്രതികൂലത്തിലൂടെ പോകാത്ത, എന്നാൽ ജീവിതത്തിന്റെ പലവിധ പ്രശ്നങ്ങളോടെ, പ്രതിസന്ധികളോടെ, പ്രയാസങ്ങളോടെ, ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ പോകുന്ന നമുക്കും
ഇത് അപ്ലിക്കബിൾ ആണ്, നമുക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു വാക്യമാണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ എഴുതുന്നത്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. ഇപ്പോൾ പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തിലായിരിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. നമ്മുടെ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നില്ല. നാം ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും പട്ടുമെത്ത വിരിച്ച രീതിയിലുള്ള സന്തോഷകരമായ സാഹചര്യങ്ങളോടായിരിക്കണം എന്നില്ല നാം ജീവിതത്തിലൂടെ പോകുന്നത്. ഒരു ദൈവപൈതൽ പരീക്ഷകൾ അകപ്പെടാം, ഒരു ദൈവപൈതൽ പരീക്ഷകളിലൂടെ പോകാം, ഒരു ദൈവപൈതൽ പരീക്ഷകളോട് ദൈവം കടത്തിവിടാം. അപ്പൊ എന്തിനാണ് ദൈവം കടത്തിവിടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പരീക്ഷയിലൂടെ നാം പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ യാക്കോബ് പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഒരു ദൈവപൈതൽ പരീക്ഷകളിലൂടെ കടന്നു പോകാം, ഒരു ദൈവപൈതൽ പരീക്ഷകളിൽ അകപ്പെടാം. ഒരു ദൈവപൈതൽ ഏത് ജീവിത സാഹചര്യത്തിലൂടെയും പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം, നമുക്കറിയില്ല. നാം ഏത് സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ആരാധനയ്ക്ക് മുടക്കം വരുത്താതിരിക്കുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കുക, സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ പോയാലും, നാം സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും പ്രശ്നങ്ങളിലായാലും പ്രതികൂലങ്ങളിലായാലും പരീക്ഷകളിലായാലും എന്ത് സാഹചര്യത്തിലൂടെ നാം പോകേണ്ടി വന്നാലും ഒരു ദൈവപൈതലെ ഉയർത്തിപ്പിടിക്കേണ്ട ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ ചിതറിപ്പാർത്തിരിക്കുന്ന ഗോത്രങ്ങളോടും യാക്കോബ് പറയുന്നത്, നിങ്ങൾ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ, മൂന്നാം വാക്യം, പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. നമുക്കറിയാം 1 പത്രോസ് 1:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഒരു സഹോദരൻ അല്ലെ സഹോദരി, ഒരു ദൈവപൈതൽ ആരുമായിക്കൊള്ളട്ടെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം നേരിടേണ്ടി വരുന്ന പലവിധ പ്രശ്നങ്ങൾ, പലവിധ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദുഃഖങ്ങളിലൂടെ പോകുമ്പോൾ, ആ പരീക്ഷകളിലൂടെ പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ നാം ആ പ്രശ്നങ്ങളിലൂടെ ആ പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും ദുഃഖത്തിലേക്കാണ് പോകുന്നത് അല്ലെ. നാം പലപ്പോഴും ക്രിസ്തീയ ദൈവപൈതലാണ്, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്, നാം ദൈവപൈതലാണ് നമ്മൾ പറയുന്നെങ്കിലും ചിലപ്പോൾ അത് രോഗമാകാം, ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാകാം, നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും ഭാരമാകാം, കുടുംബത്തിലെ വേദനകളാകാം, എന്തുമായിക്കൊണ്ട് നാം ലോകത്തിലെ ഏതുവിധ പരിശോധനയോടെ, പ്രയാസങ്ങളോടെ, ദുഃഖത്തിലൂടെ പോകുമ്പോൾ നാം മിക്കവാറും ഒരു ദൈവപൈതൽ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാം വികാരങ്ങൾ ഉള്ള മനുഷ്യരാണ്. നാം പെട്ടെന്ന് ദുഃഖിതരാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നാനാവിധ ദുഃഖങ്ങളാൽ നാം സറൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകാം നാം ദുഃഖത്തിലൂടെയും പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ. ഇപ്പോൾ 1 പത്രോസ് 1:6 മുതൽ 9 വരെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ എന്താണ്, എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പരീക്ഷകളിൽ നാം അകപ്പെടുമ്പോൾ ദുഃഖിക്കേണ്ടി വന്നാലും നാം ആനന്ദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നാം പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ആനന്ദിക്കുന്നത്? അതാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെയും പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നു. ഒരു ദൈവവേദനെ എങ്ങനെയാണ് പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ആനന്ദമായി അതിനെ എണ്ണാൻ പറ്റുന്നത്? എങ്ങനെയാണ് സന്തോഷം എന്ന് എണ്ണാൻ പറ്റുന്നത്? അതാണ് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 1:6 മുതൽ 9 വരെ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ആദ്യം എണ്ണണം. അങ്ങനെ വിലയേറിയതെന്ന് എണ്ണിയാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അങ്ങനെ കാണുവാൻ ഇടവരുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിനെ സന്തോഷമായി എണ്ണുവാൻ പറ്റുന്നത്. അപ്പൊ അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നാം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകുമ്പോൾ ദുഃഖിക്കേണ്ടി വന്നാലും, നാം മനുഷ്യരെന്ന നിലയിൽ പലവിധ ദുഃഖങ്ങളുടെ പോകാം, വേദനകളുടെ പോകാം, ഭാരങ്ങളുടെ പോകാം, പ്രയാസങ്ങളുടെ പോകാം. അതെല്ലാം ഈ ലോകത്തിലുള്ളതാണ്. പാപത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട്, ഒരു പാപത്തിന്റെ റിസൾട്ട് ആയിട്ട് നാം ദുഃഖത്തിലും കണ്ണുനീരിലും ഒക്കെ പോകാം.
അത് പൂർണ്ണമായി മാറുന്ന ഒരു ദിവസം വരും. അതിനെ നാം കാത്തിരിക്കുന്നത്. കർത്താവിന്റെ രണ്ടാം വരവിൽ ഇതെല്ലാം ദുഃഖവും പാപവും ഭാരവും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിപ്പോകും, കണ്ണുനീരൊക്കെ മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവ് വരെ നാം മനുഷ്യർ ഓരോരുത്തരും ദൈവ പൈതലെന്നും ദൈവ മക്കൾ എന്ന നിലയിൽ ഈ ദുഃഖത്തിലൂടെ ഒക്കെ പോകേണ്ടി വരും. എന്നാൽ ഈ ദുഃഖത്തിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ, പരീക്ഷകളിലൂടെ പോകുമ്പോൾ നാം ദുഃഖിക്കേണ്ടി വന്നാലും കുറച്ച് സമയത്തേക്ക് നമുക്ക് ദുഃഖം വരാം. എന്നാൽ നമുക്കൊരു ആനന്ദം നമ്മെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മെ കാത്തിരിക്കുന്ന ഒരു ആനന്ദമുണ്ട്. എന്താണ് ആനന്ദം? അതാണ് 1 പത്രോസ് 1-ന്റെ 6 പറയുന്നത്, 6-ലും 7-ലും പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ അതിലൂടെ പോകുമ്പോൾ, അതിൽ നാം ഉൾപ്പെടുമ്പോൾ, അതിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ നാം ദുഃഖത്തിലായിരിക്കാം. നാം എങ്ങനെ ഇതിനെ നേരിടും? നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇത്രയും കഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല, എനിക്ക് ഇതിന് കഴിയില്ല, എനിക്ക് ഇതിന്റെ അവസാനം എന്താകും എന്നൊക്കെ സന്ദേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. നമുക്ക് എന്താണ് ഇതിന്റെ അവസാനം നമ്മൾ പരീക്ഷയോട് പോകുമ്പോൾ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അത് വിലയേറിയതാണ്. നമ്മുടെ ഏത് പരിശോധനയാണെങ്കിലും, നമ്മുടെ ഏത് പരീക്ഷകളാണെങ്കിലും, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പരിശോധന വരുന്നത്. അതാണ് വിശ്വാസത്തിന്റെ പരിശോധന. നമ്മുടെ വിശ്വാസത്തെ അഫക്ട് ചെയ്യുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസം ജെനുവിനാണോ, അതായത് നമ്മുടെ വിശ്വാസം സത്യമാണോ കള്ളമാണോ എന്നുള്ളത് അന്നേരമാണ് തെളിയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. അന്നേരമാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമാണോ, ദൈവത്തിലാണോ നമ്മുടെ വിശ്വാസം, അതോ മറ്റെന്തെങ്കിലും ലോക കാര്യങ്ങളിലാണോ നമ്മുടെ വിശ്വാസം എന്ന് തെളിയുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയോട് ഒരു ദൈവത്തിൽ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരിശോധനയിലൂടെ ഒരു ദൈവവൈതൽ പോയെന്നിരിക്കാം. അങ്ങനെ പോകുമ്പോഴും ദുഃഖിക്കേണ്ടി വന്നാലും അതിനെ സന്തോഷമായി എണ്ണണം, അതിനെ ആനന്ദമായി എണ്ണണം. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ഇപ്പോഴല്ല, നാം ദുഃഖത്തിലൂടെ പോകുമ്പോഴല്ല, നമ്മൾ പ്രയാസത്തിലൂടെ പോകുമ്പോഴല്ല, പിന്നെ എപ്പോഴാണ് അത് വിലയേറിയതെന്ന് നമ്മൾ അറിയുന്നത്? എപ്പോഴാണ്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. അത് എന്താണ് തെളിയിക്കുന്നത്? അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും, നമ്മൾ ഇപ്പോൾ പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും, ദുഃഖത്തിലൂടെ പോകുമ്പോഴും ഇപ്പോൾ നമുക്കതൊരു വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ അതൊരു വലിയ ദുഃഖത്തിന് കാരണമായി നിൽക്കാം. നാം എങ്ങനെ അതിനെ നേരിടും എന്നുള്ളത് നാം ചിന്തിച്ചെന്നിരിക്കാം. പക്ഷെ ഓഫ് കോഴ്സ് ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകിത്തരും. നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവമേ ഉള്ളൂ നമുക്ക് രക്ഷ. അപ്പോൾ നമ്മൾ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയോടും വിശ്വാസത്തിന്റെ പരിശോധനയോടെ പോകുമ്പോൾ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം തന്റെ കൃപ നമുക്ക് വാഗ്ദാനം ചെയ്യും. ദൈവം തന്റെ കൃപ നമുക്ക് വാഗ്ദാനം ചെയ്യും. ആ കൃപയോടുകൂടിയാണ് നാം അതിനെ നേരിടേണ്ടത്. ആ കൃപയോടുകൂടെ നാം നേരിടുമ്പോൾ തന്നെ മാനുഷികമായി നാം ദുഃഖത്തിലൂടെ പോകാം, മാനുഷികമായി നാം വേദനയിലൂടെ പോകാം. എന്നാൽ അതിനെ ആനന്ദം എന്ന് എണ്ണാൻ എപ്പോഴാ പറ്റുന്നത്? നമുക്ക് പറ്റുന്നത് ആ പരിശോധന വിലയേറിയതെന്ന് നാം എണ്ണുമ്പോഴാണ്. ആ പരിശോധന ഇപ്പോൾ വിലയേറിയതായിരിക്കണമെന്നില്ല, എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അത് വിലയേറിയതാകുമെന്ന് നാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആ വിശ്വാസം നമുക്ക് ഇപ്പോഴേ വേണം, ആ പ്രത്യാശ നമുക്ക് ഇപ്പോഴേ വേണം. ഈ പോകുന്ന പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എന്തായിത്തീരുന്നത്? അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അങ്ങനെ നമുക്ക് ഒരു പ്രത്യാശ, അങ്ങനെ നമ്മുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആനന്ദം എന്ന് എണ്ണുവാൻ പറ്റും. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. സന്തോഷം എണ്ണാൻ പറ്റുന്ന എപ്പോഴാണ്? കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനുമായി കാണുവാൻ ഈ പരിശോധന ഇടവരുന്നിടത്താണ് നമുക്ക് ഇതിനെ സന്തോഷമായി എണ്ണാൻ പറ്റുന്നത്. അല്ലാതെ നമുക്കൊരു പ്രത്യാശ ഇല്ലാതെ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയി, എങ്ങനെങ്കിലും നമ്മുടെ നാളുകളെ എണ്ണി കൂട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നതല്ല, മറിച്ചൊരു ദൈവപൈതൽ എന്ന നിലയിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് വീണ്ടും നമ്മെ ചേർക്കുവാൻ കടന്നു വരും. കർത്താവ് മേഘങ്ങളിൽ ഇറങ്ങി വരും. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം ഈ പോകുന്ന വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് അന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നാം പൊന്നുപോലെ പുറത്തു വരും. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് കാണാനിട വരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. സോ അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ആ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പരിശോധനകളെല്ലാം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകളെല്ലാം അന്നേരം പുകഴ്ചയ്ക്കും
തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അത് നാം ഓർക്കുമ്പോൾ നാം ഇപ്പോൾ പോകുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കും. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരും. അപ്പൊ അതാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ ഉറപ്പിക്കുന്നത്. ഈ ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം പറഞ്ഞിട്ട് അവര് കടന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ ബോധവാനാണ്. അപ്പൊ അങ്ങനെ ബോധവാനായിരിക്കുന്ന യാക്കോബ് അപ്പോസ്തലൻ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ പരിശോധനയോട് നാം പോകുമ്പോൾ ദുഃഖം മാത്രമല്ല നമുക്കുണ്ടാവുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സ്ഥിരത എന്ന് പറയുന്നത്. സ്ഥിരത എന്ന് പറഞ്ഞാൽ എൻജോറൻസ്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, പെർസീവറൻസ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ കാണുവാൻ പറ്റും. നമുക്കറിയാം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും. അപ്പോൾ നാം വിശ്വാസത്തിന്റെ പരിശോധനയോടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്, ആ പോകുന്ന പരിശോധന ഉളവാക്കുന്നത് സഹിഷ്ണുതയെയാണ്, പെർസീവറൻസിനെ ഉളവാക്കുന്നു. ആ സഹിഷ്ണുത അല്ലെങ്കിൽ പേഷ്യൻസിനെ ഉളവാക്കുന്നു. അപ്പൊ സഹിഷ്ണുതയെ കഷ്ടത ഉളവാക്കുന്നു. ആ സഹിഷ്ണുത പിന്നെ എന്തിനെ ഉളവാക്കുന്നത്? സിദ്ധതയെ ഉളവാക്കുന്നു. സിദ്ധത പിന്നെ പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ ഇതിന്റെ എൻഡ് റിസൾട്ട്, ഇതിന്റെ ഫൈനലി സംഭവിക്കുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നാം ഏതുവിധ കഷ്ടത്തിലൂടെ പോകുമ്പോഴും ഏതുവിധ പരിശോധനയിലൂടെ പോകുമ്പോഴും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഭാരങ്ങളിലൂടെ നാം പോകുമ്പോഴും അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശ അത് ഉളവാക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നാം അന്നേരം ദുഃഖത്തിലായിരിക്കാം, അന്നേരം നാനാ പരീക്ഷകളിൽ നാം മനം നൊന്ത് മനോവേദനയുടെ പ്രയാസത്തിലൂടെ ഒക്കെ പോകാം. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അത് പ്രത്യാശ ഉളവാക്കുന്നു. എന്തിനുള്ള പ്രത്യാശ? കർത്താവിന്റെ 2-ാം വരവിൽ അത് മാനത്തിനും തന്റെ പ്രത്യക്ഷത്തിൽ അത് മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനുമായി കാണുവാൻ ഇടവരുന്നു എന്നുള്ള പ്രത്യാശ നമ്മളിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത് കഷ്ടങ്ങളിലൂടെ നാം പോകുമ്പോൾ. അപ്പൊ അതാണ് നാം ദൈവ പൈതൽ അല്ലെ ദൈവമക്കൾ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നാം എല്ലാം കഷ്ടത്തിലൂടെ പോകും. അതെല്ലാം വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. ഇപ്പൊ പറയുന്ന എനിക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇതൊക്കെ പറയാനും നമുക്ക് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ നാം ആ ഒരു പരിശോധനയിലൂടെ പോകുമ്പോൾ, നാം ഒരു വേദനയിലൂടെ പോകുമ്പോൾ, നാം ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോഴേ നമുക്ക് യഥാർത്ഥമായി അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് പ്രസംഗിക്കുന്ന എന്നോടും കൂടെ ഞാൻ പ്രസംഗിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഏത് വിധ പരിശോധനയിലൂടെ പോകുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഏതുവിധ പരിശോധനയിലൂടെ നാം പോകുമ്പോഴും അതിനെ ആനന്ദമായി നമുക്ക് സ്വാഭാവികമായി മാനുഷികമായ രീതിയിൽ എണ്ണുവാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിനെ ആനന്ദമായി എണ്ണുവാൻ പറ്റുന്നത്? അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞത്, ആ പരിശോധന വിലയേറിയതെന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അത് മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനുമായി കാണുവാൻ ഇടവരും. അത് നാം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ പറ്റും. നാം ഇതിലൂടെ പോവാൻ ദൈവം നമുക്ക് കൃപ നൽകിത്തരും. ആ കൃപയോടുകൂടി നാം ഇതിലൂടെ പോകുമ്പോൾ പുതിയ പുതിയ കൃപകൾ, പുതിയ പുതിയ കരുണ ദൈവത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അങ്ങനെ നാം പ്രാപിക്കുമ്പോൾ നമുക്ക് ഇതിനെ സന്തോഷമായി എണ്ണുവാൻ പറ്റും. കാരണം എന്താ? നമ്മുടെ പെർസ്പെക്റ്റീവ് ഒരു ക്രൈസ്റ്റ് സെന്റർഡ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നാം ഓരോ പരിശോധനയെ നേരിടുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താലും നമുക്ക് അതിനോട് ദൈവത്തിന് ഇഷ്ടമാവണ്ണം, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന് വിളിക്കാൻ തക്കവണ്ണമായ ഒരു രീതിയിൽ പ്രതികരിക്കുവാൻ നമുക്ക് പറ്റും. അതിനുള്ള കൃപ ദൈവം നൽകിത്തരും. അതിനുള്ള പരിശുദ്ധാത്മ ശക്തി ആത്മാവ് നമുക്ക് നൽകിത്തരും. അതിനുള്ള എംപവർമെന്റ്, അതിനുള്ള പവർ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. എന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? നാം താഴ്മയോടെ, വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം, സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഒരു ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് എന്തുവിധ അഹങ്കാരമോ എന്തുവിധ സ്വയ ചിന്തകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നാം താഴ്മയോടെ വിനയത്തോടെ ആയിരുന്നാൽ ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പകർന്നു തരും. അങ്ങനെ പകർന്നു തരുന്ന ആ കൃപയോടുകൂടി നമുക്ക് ഏത് പരിശോധനയും നേരിടുവാൻ പറ്റുമെന്നുള്ളതാണ് യാക്കോബ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും പറയുന്നത്. അതാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുള്ളതാകുന്നു. ആ സ്ഥിരതയോടുകൂടെ നമ്മുടെ ജീവിത അവസാനം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ 2-ാം വരെ ആ സ്ഥിരതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റോമർ 5 കണ്ടത്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കണം. അപ്പം യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കഷ്ടങ്ങളിൽ ആനന്ദിക്കണമെന്ന്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കണം, അല്ലെ? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ
നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ കഷ്ടങ്ങളിൽ നമുക്ക് ആനന്ദിപ്പാൻ കഴിയണം, കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിപ്പാനും കഴിയണം. കാരണം എന്താണ്? കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന ഇപ്പോഴല്ല, എന്നാൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് മനസ്സിലാവും നാം എത്രമാത്രം ക്രിസ്തുവിനോട് അനുരൂപമായി തീർന്നു എന്നുള്ളത് ഈ പരിശോധനയിലൂടെ. നമുക്കറിയാലോ, റോമർക്ക് എഴുതിയ ലേഖനം 8:28 നമ്മൾ സ്ഥിരമായി കോട്ട് ചെയ്യുന്ന ഒരു വാക്ക്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കും. നമ്മൾ പലപ്പോഴും മിസ്കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്. എന്നാൽ അതിന്റെ പശ്ചാത്തലം, അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കറിയാം. കഷ്ടങ്ങളെ കുറിച്ചും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്കിനി ലഭിക്കാൻ പോകുന്ന എന്തെങ്കിലും വലിയൊരു നന്മയല്ല പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് ആ നന്മ എന്താണെന്നുള്ളത്, യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതായത് നാം കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ദൈവം കൃപ തരും. അങ്ങനെ നമുക്ക് ആ കൃപയോടുകൂടെ ആ കഷ്ടങ്ങളിൽ നമുക്ക് ആനന്ദിക്കുവാനും പ്രശംസിക്കുവാനും കഴിയും. അങ്ങനെ ഈ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, പോയി കഴിഞ്ഞ് ഫൈനലി ഈതർ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അന്ന് മനസ്സിലാകാൻ കഴിയും എത്രത്തോളം ഞാൻ ഒരു ക്രിസ്തീയ ദൈവ പൈതൽ എന്ന നിലയിൽ വളരുവാൻ പറ്റി എന്നുള്ളത്. അത് ഓർക്കുമ്പോൾ മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനും അത് കാണുവാൻ ഇടവരും. ആ പരിശോധന എത്ര വിലയേറിയതാണെന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാം ഇതിലൂടെ പോയത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പറ്റിയെന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പക്വതയോളം നമുക്ക് എത്തുവാൻ പറ്റിയത് ഈ പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധനയോട് പോയതുകൊണ്ടാണ്. ആ പരിശോധനയോട് പോകേണ്ട ആവശ്യം എന്താണ്? അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നത്, ആ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. എന്താണ് ആ നന്മ? ആ നന്മയാണ് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കുക എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അനുദിനം നമ്മെ അനുരൂപമാക്കുക എന്നുള്ളത്. അതിനെയാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ വർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആരാധനയെ ഡിഫൈൻ ചെയ്യുന്ന അറിയാം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അത് പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മളുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടുമ്പോൾ ദൈവത്തിന് നാം സുഗ്രാഹ്യമായ ആരാധന സമർപ്പിക്കും. ആ ആരാധനയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാം പോകുമ്പോൾ, വിശ്വാസത്തിന്റെ പരിശോധനയോടെ പോകുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കും. നാം ദൈവത്തെ അധികമായി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തെ നാം വാഴ്ത്തിപ്പാടും. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ അധരങ്ങൾ കൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ആരാധന. കാരണം നാം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ആണ് നയിക്കുന്നത്. അങ്ങനെ ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, പരിശോധനയോടെ പോകുമ്പോൾ നമ്മെ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് അനുരൂപമാക്കും. ആ അനുരൂപമാക്കുന്ന പ്രക്രിയയിലൂടെയാണ് നാം ഓരോരുത്തരും പൊക്കോണ്ടിരിക്കുന്നത്. ആ അനുരൂപമാക്കുന്ന പ്രക്രിയയിൽ നാം ഭാരത്തിലൂടെ പോകാം, പ്രതിസന്ധിയിലൂടെ പോകാം, പ്രയാസങ്ങളിലൂടെ പോകാം. എന്നാൽ ദൈവം അതിനൊക്കെ നാം പ്രതികരിക്കാനുള്ള കൃപ നമുക്ക് നൽകിത്തരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നും അത് പുകഴ്ചയ്ക്കും മാനത്തിനും തേജസ്സിനും ആയി കാണുവാൻ ഇടവരും. എന്നിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് 4-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ കഷ്ടത നമ്മൾ കണ്ടതുപോലെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മൾ കണ്ടു, സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധപ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ ഈ സ്ഥിരതയ്ക്ക് തക്കവണ്ണമുള്ള പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം നാം വളരുക എന്നുള്ളതാണ് ആ പ്രവൃത്തി. അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെന്ന് അവസാനിക്കേണ്ടത് ക്രിസ്തു എന്ന തലയോളം നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവൃത്തി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്കിൽ പോലും മാനുഷികമായ ഉത്തരവാദിത്വം എന്ന നിലയിൽ നാം പരിശുദ്ധാത്മാവിനെ കീഴടങ്ങണം. നാം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കണം, പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കണം. വിശ്വാസത്തിന്റെ ഏതുവിധ പരിശോധനയിലൂടെ പോകേണ്ടി വന്നാലും, ഏതുവിധ വേദനയിലൂടെ പോകേണ്ടി വന്നാലും, ഏതുവിധ ഭാരത്തിലൂടെ പോകേണ്ടി വന്നാലും ഇത് അല്പകാലത്തേക്കുള്ള കഷ്ടമാണ്. 1 പത്രോസ് 5:10 പറയുന്ന പോലെ ഈ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കും നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനെ വിളിച്ചിരിക്കുന്ന സർവ്വബലമായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം അല്പകാലത്തേക്കുള്ളതാണ്. ഈ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇതെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്, തന്റെ 2-ാം വരവിൽ നാം കർത്താവിനോട് ചേർക്കപ്പെടും, നമ്മെ ഗ്ലോറിഫൈ, നമ്മെ തേജസ്കരിക്കും എന്നുള്ളൊരു പ്രത്യാശ, എന്നുള്ളൊരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ഈ കഷ്ടങ്ങളൊക്കെ നമുക്ക് സാരമില്ല എന്ന് എണ്ണുവാൻ പറ്റും.
അങ്ങനെ ആ സ്ഥിരത ഉളവാക്കുന്നതിനോടൊപ്പം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അതിന് തക്കവണ്ണമുള്ള തികഞ്ഞ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇംഗ്ലീഷിൽ പറയുന്ന എൻഡ്യൂറൻസ് ഹാബിറ്റ്സ് പെർഫെക്റ്റ് റിസൾട്ട് സോ ദാറ്റ് യു മേ ബി പെർഫെക്റ്റ് കംപ്ലീറ്റ് ലാക്കിംഗ് ഇൻ നത്തിങ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലാണ് കാണാൻ പറ്റുന്നത്. പെർഫെക്റ്റ് കംപ്ലീറ്റ് ലാക്കിംഗ് ഇൻ നത്തിങ് എന്ന് വെച്ചാൽ മെച്യൂർ ആയിരിക്കണം എന്നുള്ളതാണ്. ഗ്രീക്കില് അതിന്റെ മൂലഭാഷയിൽ കാണുന്നത് മെച്യൂരിറ്റി എന്നുള്ളതാണ്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണത എന്നുള്ള അർത്ഥത്തില്ല. കാരണം നമുക്ക് ഒരിക്കലും പൂർണ്ണരാകാൻ പറ്റുകയില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവത്തെ പോലെ പൂർണ്ണനാകണം. മത്തായിയുടെ സുവിശേഷം 5:48 നമുക്കറിയാം. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. അതിനാണ് നാം ഓരോരുത്തരും സ്ട്രൈവ് ചെയ്യുന്നത്, അതിനാണ് നാം അധ്വാനിക്കുന്നത്. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിനാണ്, പൂർണ്ണരാകുവാൻ വേണ്ടിയാണ്. എന്നാൽ നാം പൂർണ്ണരാകുന്നത് കർത്താവിന്റെ 2ാം വരവിലാണ്. അവൻ നമ്മെ ചേർക്കുമ്പോഴാണ്, നാം തേജസ്കരിക്കപ്പെടുമ്പോൾ. അതുവരെ നമ്മുടെ ഒരു ഓട്ടമാണ്. ഈ വിശ്വാസ ജീവിതം ഒരു ഓട്ടമാണ്. മരുഭൂ പ്രയാണത്തിലൂടെ നാം ഓടുകയാണ് കർത്താവിനെ പോലെ ആകുവാൻ. അപ്പോൾ ഈ പരിശോധനയോട്, വിശ്വാസത്തിന്റെ പരിശോധനയോടെ പോകുമ്പോൾ നമുക്ക് സാരമില്ല എന്ന് എണ്ണുവാൻ പറ്റുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ ആനന്ദമായി എണ്ണുവാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് നാം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് അറിയുവാൻ പറ്റും. അത് മാനത്തിനും തേജസ്സിനും പുകഴ്ചയ്ക്കും കാണുവാൻ ഇടവരും. അങ്ങനെ നാം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് മനസ്സിലാവും ഈ വിശ്വാസത്തിന്റെ പരിശോധനയോട് നാം പോയത് നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ പ്രവൃത്തി നമ്മിൽ ചെയ്തത്. എന്ത് പ്രവൃത്തി? വിശ്വാസത്തിന്റെ പരിശോധന എന്ന പ്രവൃത്തി. അതൊരു പ്രവൃത്തി, ആ പ്രവൃത്തിയിലൂടെ നാം പോവുകയാണ്. അപ്പോൾ നാം ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ, ഭാരങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് ഈ ലോകത്തിൽ ഇതിലൂടെയൊക്കെയും പോകേണ്ടി വന്നേക്കാം. എന്നാൽ ഏതുവിധ വിശ്വാസത്തിന്റെ പരിശോധനയോടെ പോകേണ്ടി വന്നാലും, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരിശോധനയോടെ പോകേണ്ടി വന്നാലും അതെല്ലാം സാരമില്ല എന്ന് എണ്ണുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കും. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ശക്തി നൽകിത്തരും. ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകിത്തരും. അങ്ങനെ നമുക്ക് സ്വയമായി നിൽക്കുവാൻ കഴിയുകയില്ല. പിന്നെന്താണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്? എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ജ്ഞാനത്തിനായി അപേക്ഷിക്കണം. അപ്പോൾ ഇതിലൂടെ പോകാൻ സ്ഥിരത ഉളവാക്കാൻ നമുക്ക് തന്നെ ഉളവാക്കാൻ പറ്റുകയില്ല. അതിന് ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമാണ്. എന്താണ് ജ്ഞാനം? ഈ ജ്ഞാനം എന്ന് പറയുന്നത് നോളജ് അല്ല, മറിച്ച് വിസ്ഡമാണ്. വിസ്ഡം എന്ന ജ്ഞാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായി ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എങ്ങനെ അപ്ലൈ ചെയ്യും? അത് നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ക്രിസ്തുവിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവപൈതൽ എന്ന നിലയിൽ ക്രിസ്തുവിനെ നാം അനുകരിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ നാം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുമ്പോഴാണ് ആ ജ്ഞാനം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്രിസ്തു എങ്ങനെ ജീവിച്ചു? ക്രിസ്തുവാണ് ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്ന ഏറ്റവും വലിയ മോഡലിനെയാണ് നാം ഉദാഹരണമായി എടുക്കേണ്ടത്. താൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഏറ്റവും വലിയ പരിശോധന നേരിട്ടത് ക്രിസ്തുവാണ്. എന്നാൽ ആ പരിശോധനയിലും ദൈവഹിതം വെളിപ്പെടുവാൻ താൻ പിതാവിന് അനുസരണമുള്ള ഒരു പുത്രനായി തീരുകയാണ് ചെയ്തത് കാൽവരി ക്രൂശിങ്കൽ. എന്തിനു വേണ്ടി? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, അനേകം മക്കളെ മഹത്വത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി ക്രിസ്തു തന്റെ ഏറ്റവും വലിയ പരിശോധനയായ മരണത്തിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ആ യേശു ക്രിസ്തുവാണ് നാം ഓരോരുത്തർക്കും നമുക്ക് ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് പറഞ്ഞത്? കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകാം. നാം പലവിധ ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളോടെ ഒക്കെ പോകാം. എന്നാൽ അതിലൂടെ ഒക്കെ പോകുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അത് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? അത് സ്ഥിരത ഉളവാക്കുന്നു. ആ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം അതിനെ അശേഷം സന്തോഷമായി എണ്ണണം. എങ്ങനെ നമുക്ക് സന്തോഷമായി എണ്ണുവാൻ പറ്റും? സന്തോഷമായി എണ്ണുവാൻ പറ്റുന്നത് ഭാരത്തിന്റെ ഇന്റൻസിറ്റി ഓർത്തില്ല, മറിച്ച് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അത് മാനത്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനും കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിനെ സന്തോഷമായി എണ്ണുവാൻ പറ്റും. അങ്ങനെ സന്തോഷമായി എണ്ണുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ പറ്റും. എന്നിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തക്ക പ്രവൃത്തി ഉണ്ടാകട്ടെ. ആ സ്ഥിരതയ്ക്കുള്ള പ്രവൃത്തി നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടിയാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യുവാൻ പറ്റുന്നത്. അത് നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് സഹായം ആവശ്യമുണ്ട്. അതാണ് 5-ാം വാക്യത്തിൽ കാണുന്നത്. നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനം ആവശ്യമാണ്, നമുക്ക് ദൈവത്തിന്റെ വിസ്ഡം ആവശ്യമാണ്. അങ്ങനെ നാം ദൈവത്തോട് വിസ്ഡത്തെ ചോദിച്ചാൽ, ജ്ഞാനത്തെ ചോദിച്ചാൽ, ദൈവം തന്റെ മക്കൾക്ക് തന്റെ ജ്ഞാനം നൽകിത്തരും. അങ്ങനെ ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും. ആ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ്. 1 നമ്മൾ കാണുന്നുണ്ട് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ ജ്ഞാനം.
ക്രിസ്തു ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോടെ ഏറ്റവും വലിയ പരിശോധന നേരിട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി. ആ ക്രിസ്തുവിനെ മോഡലാക്കിക്കൊണ്ട്, ആ ക്രിസ്തുവിനെ ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മുടെ ഏത് വിശ്വാസത്തിന് പരിശോധന നേരിട്ടാലും ഇത് സാരമില്ലെന്ന് എണ്ണുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനുള്ള കൃപ നമുക്ക് നൽകി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.